ലൈംഗിക പീഡന കേസിൽ എം മുകേഷ് MLA സംരക്ഷിച്ച സർക്കാർ മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകില്ല. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്തിന് അപ്പീലിന് സാധ്യതയില്ല എന്ന് മറുപടി നൽകാനാണ് സർക്കാർ നീക്കം. അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് കൈമാറി. റിപ്പോർട്ട് നാളെ മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നടന്മാർക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരും. ശ്രീകാന്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം. ശ്രീകാന്ത്, ഈ സാധാരണഗതിയിൽ ഇത്തരത്തിലേക്ക് മുൻകൂർ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പീൽ പോവുക എന്നുള്ളത്. ഇവിടെ അത് വേണ്ട എന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിർദ്ദേശം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് സംരക്ഷിക്കാനുള്ള നീക്കം എന്ന തരത്തിലേക്ക് വിലയിരുത്തപ്പെട്ടാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? അനുജ, ആദ്യം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, പിന്നീട് അതിന്മേൽ ഒരു SIT അന്വേഷണം. SIT അന്വേഷണത്തിന് ഒടുവിൽ FIR രജിസ്റ്റർ ചെയ്യുന്നു. ആ ഏറ്റവും ഒടുവിൽ ഇവർക്ക് മുൻകൂർ ജാമ്യവും കിട്ടുന്നു. നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് എം മുകേഷിന്റേതടക്കം മുൻകൂർ ജാമ്യാപേക്ഷയിൽ അപ്പീൽ പോകേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് SITക്ക് മൂക്കുകയറിട്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അവരുടെ പ്രവർത്തനങ്ങളിലേക്ക്, അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് സർക്കാർ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സർക്കാരിന് ഈ എം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് താല്പര്യമില്ല. അതിനവർ കണ്ടെത്തിയിരിക്കുന്ന ന്യായം, ഏതെങ്കിലും കാരണവശാൽ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ അപ്പീൽ പോയി അവിടെയും ഈ അപ്പീൽ തള്ളിയാൽ അത് മുകേഷിന് അനുകൂലമായേക്കും എന്നുള്ളതാണ്. പക്ഷേ മറ്റ് കേസുകളിലൊന്നും സർക്കാരിന് ഈ ആകുലതയോ ആശങ്കയോ ഇല്ല എന്നുള്ളതാണ് ഏറെ കൗതുകകരം ആയിട്ടുള്ള കാര്യം. എന്തായാലും മറ്റ് പ്രതികളുടെ കാര്യത്തിലും സർക്കാർ ഇതേ നിലപാട് തന്നെ ആയിരിക്കുമോ തുടരുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അങ്ങനെയെങ്കിൽ ഈ SIT ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തമാശ കഥാപാത്രങ്ങളായി മാറുകയും ചെയ്യും. കാരണം ഇവർ നടത്തുന്ന അന്വേഷണങ്ങൾ, ഇവർക്ക് വേണ്ട പിന്തുണ സർക്കാരിൽ നിന്നും കിട്ടാതെ വരും. ഇത് അകാല ചരമമടയുന്ന സാഹചര്യവും ഉണ്ടാകും. ഇനി ഏക പ്രതീക്ഷ കോടതിയിലാണ്, പ്രത്യേക ബെഞ്ചിലാണ്. കാരണം നാളെ ആ റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കും. മുദ്രവച്ച കവറിലായിരിക്കും സർക്കാർ സമർപ്പിക്കുന്നത്. അതിന്മേൽ കോടതി ഇടപെടുമോ, എന്തെങ്കിലും നിർദ്ദേശം നൽകുമോ എന്നുള്ളതിൽ മാത്രമാണ് ഇനി ഏക പ്രതീക്ഷയായിട്ടുള്ളത്. ശരി, അതാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അത് എം മുകേഷിനെ സംരക്ഷിക്കാനുള്ളത് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്.